നമസ്കാരം. ഞാനൊരു വീഡിയോ ദൃശ്യം കാണിക്കാം. രാത്രിയുടെ മറവിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ പള്ളി ബുൾഡോസർ കൊണ്ട് അല്ലെങ്കിൽ JCB കൊണ്ടുവന്ന് പൊളിച്ചു കളയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് പൊയ്ക്കളയരുത്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പാതിരാത്രി സമയം പള്ളി പൊളിക്കുന്നു. ഇതാണ് BJPയുടെ ഭരണം എന്ന് പറയുന്നത്. 1965 മുതൽ വഖഫ് ബോർഡിന് കീഴിലുള്ള രേഖകളുള്ള ഈ പള്ളി പാതിരാത്രിയുടെ മറവിൽ തകർക്കുകയാണ്. നിങ്ങൾ കണ്ട വീഡിയോയിലെ ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ സ്ഥലത്ത് നടന്നതല്ല. അത് പിന്നീട് അത് എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതാണ്. അതൊരു പൊളിറ്റിക്കൽ എന്താ പറയാ മുതലെടുപ്പിന്റെ ഭാഗമാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ രാത്രിയിലെ പള്ളി പൊളിക്കുന്ന ദൃശ്യങ്ങൾ ഗുജറാത്തിലെ ജുനാഗഡിൽ നിന്നുള്ളതാണ്. 2023 ജൂൺ മാസത്തില് ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊതുസ്ഥലത്തെ അധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി മജേവാടി ഗേറ്റിന് സമീപമുള്ള ഗേബൻ ഷാ മസ്ജിദിന് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മാധ്യമങ്ങളിലും ഇതൊരു ദർഗ അഥവാ ഒരു മക്ബറ എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതിന് നോട്ടീസ് നൽകിയിരുന്നു. 5 ദിവസത്തിനകം കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും പ്രതിഷേധം അതിരുകടക്കുകയും അക്രമാസക്തമാവുകയും ചെയ്തു. തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായി. ഒരു വഴിയാത്രക്കാരൻ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് കേവലം ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ഒരു സാധാരണ നടപടിയായിട്ടല്ല ഭൂരിഭാഗം ആളുകളും കാണുന്നത്. പതിറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവുമുള്ള കൃത്യമായ രേഖകളുള്ള ഒരു ആരാധനാലയം പാതിരാത്രിയുടെ മറവിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തെറിയുമ്പോൾ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണകൂടം ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടതിന് പകരം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ അടയാളങ്ങളെയും പ്രാർത്ഥനാ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും യോജിച്ച കാര്യമല്ല. വികസനത്തിന്റെയോ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെയോ പേര് പറഞ്ഞ് ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനിരയാകുന്നത് ഒരു ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനവും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യവുമാണ്. ഇവിടെ നമ്മൾ കാണുന്ന BJP സർക്കാരിന്റെ നടപടികൾ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമീപകാലത്തെ രൂപപ്പെട്ടു വരുന്ന ബുൾഡോസർ ജസ്റ്റിസ് അഥവാ ബുൾഡോസർ നീതി എന്ന ഒരു പ്രതിഭാസം നിയമവാഴ്ചയെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. കോടതികൾക്കോ നിയമപരമായ നടപടിക്രമങ്ങൾക്കോ കാത്തു നിൽക്കാതെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മനുഷ്യരുടെ വീടുകളും ആരാധനാലയങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു രീതി ഒരു ഫാസിസ്റ്റ് ഭരണശൈലിയുടെ ലക്ഷണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാകേണ്ട ഒന്നാണ്. എന്നാൽ ഈ ഭരണകൂട നടപടികളിൽ കൃത്യമായ ഒരു വിവേചനം ദൃശ്യമാണ്. ഒരു വിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ മാത്രം ബുൾഡോസറുകൾ അതിവേഗം ചലിക്കുമ്പോൾ അവിടെ നീതിയല്ല നടപ്പാക്കപ്പെടുന്നത്, മറിച്ച് രാഷ്ട്രീയമായ അടിച്ചമർത്തലുകളാണ്. 1965 മുതൽ കൃത്യമായ രേഖകളുള്ള വഖഫ് ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാലയം അതുപോലും നോട്ടീസ് നൽകാതെയോ അല്ലെങ്കിൽ നിയമപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മതിയായ സമയം നൽകാതെയോ പൊളിച്ചു നീക്കുന്നു എന്നത് ഭരണകൂട ഭീകരതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയെ പെട്ടെന്നൊരു ദിവസം അനധികൃതമെന്ന് മുദ്രകുത്തി മാറ്റാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധവുമാണ്. സാധാരണക്കാരൻ തന്റെ പരാതികളുമായി കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് കോടതി അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ, കോടതിയുടെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ആ കെട്ടിടം മണ്ണടിയുന്നു. ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ അപ്രസക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിയമത്തെ നീതിയെ സമീപിക്കാനുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. രാത്രികാലങ്ങളിലെ കുടിയൊഴിപ്പിക്കലുകൾ, രാത്രികാലങ്ങളിലെ ഒഴിപ്പിക്കലുകൾ, ബുൾഡോസർ രാജുകൾ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധമായ ഒരു ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ജനങ്ങൾ ശാന്തമായി ഉറങ്ങുന്ന സമയത്ത് വലിയ പോലീസ് സന്നാഹത്തോടെ വന്ന് ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് വഴി വലിയൊരു വിഭാഗം ജനങ്ങളെ മാനസികമായി തളർത്താനും അവരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുമാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യപരമായ വികസനത്തിന്റെ മോഡലല്ല. യഥാർത്ഥ വികസനം എന്നത് ജനങ്ങളെ ചേർത്ത് പിടിച്ചും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുമാകണം. എന്നാൽ ഇവിടെ വികസനം എന്നത് ചിലരെ ആട്ടി ഓടിക്കാനും ചിലരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാനുമുള്ള ആയുധമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു യാദൃശ്ചിതയാണ് എന്ന് കരുതാൻ വയ്യ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഭൂരിഭാഗം നിരീക്ഷകരും ഇതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുക്കളായി ചിത്രീകരിക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുന്നത് തങ്ങളുടെ ഒരു വീര്യമായി വിനോദമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിലൂടെ വോട്ട് ബാങ്ക് ഭദ്രമാക്കുക എന്ന കുറുകിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. മതേതരത്വം എന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്. അതിനെയാണ് ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള നടപടികളിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെയുള്ള ഒരു മതേതര സമൂഹത്തിലേക്ക് കൂടി ഇത്തരം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ഭരണശൈലികളെയും ഒക്കെ ആനയിച്ചു കൊണ്ടുവരാൻ
ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നത് നമ്മൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. കേരളത്തിന്റെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യം എല്ലാ മതവിഭാഗങ്ങൾക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്ന ഒന്നാണ്. പരസ്പര ബഹുമാനത്തിലും സൗഹാർദ്ദത്തിലുമാണ് നമ്മുടെ നാട് പടുത്തുയർത്തിയിരിക്കുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പയറ്റി വിജയിച്ച ഇത്തരം ബുൾഡോസർ രാഷ്ട്രീയവും രാഷ്ട്രീയ വിദ്വേഷ അജണ്ടകളുമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നാണ് ചിലർ നോക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഭരണകൂടം വിദ്വേഷത്തിന്റെ പാത സ്വീകരിച്ചാൽ ജനങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാകും എന്നത് ഈ ദൃശ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമത്തിന്റെ കണ്ണ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയമവഴികളുണ്ട്. ഭൂമിയുടെ രേഖകൾ പരിശോധിക്കാനും ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ കേൾക്കാനും കോടതികൾക്ക് വിധി പറയാനും അവസരമുണ്ടാകണം. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരം കൈയാളുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് ബുൾഡോസറുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ തിരിയുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് കേവലം ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ പൊളിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു വിഭാഗത്തിന് നേരെ തിരിയുന്ന ഈ ബുൾഡോസറുകൾ നാളെ മറ്റു വിഭാഗങ്ങൾക്ക് നേരെ തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെയും ഭരണകൂടത്തിന്റെ ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള അടിച്ചമർത്തലുകളെയും ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് എതിർക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ തിളക്കമുള്ള പരസ്യങ്ങൾക്കപ്പുറം ഇരകളുടെ കണ്ണീരും തകർക്കപ്പെട്ട സ്വപ്നങ്ങളുമാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. നിയമവാഴ്ചയും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു നാടിനു വേണ്ടി, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണക്രമത്തിനു വേണ്ടി നമ്മൾ എന്നും ശബ്ദമുയർത്തേണ്ടതുണ്ട്. വിഭജന രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു ബോധം ഓരോ പൗരനും ഉണ്ടാകണം. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഇങ്ങനെ വിഭാഗിത സൃഷ്ടിക്കാൻ ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ എന്നൊരു വിഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ മാത്രമല്ല, കണ്ണോ കയ്യോ കാതോ അല്ലെങ്കിൽ കാലോ കൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷിയും ശേമുഷിയും ഉണ്ടായിട്ടും അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നെങ്കിൽ അവരെ പിന്നെ ഈ ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല. Different angles. Don't forget to subscribe and support this channel.